ശ്രീ അനിൽ ബോസ് വളരെ പെട്ടെന്ന് വളരെ സ്പെസിഫിക് ആയുള്ള 2-3 ആരോപണങ്ങളാണ് CPM പ്രതിനിധി ഉന്നയിച്ചത്. ഒന്ന്, ഈ ആരോപണ വിധേയരായ 9 ഉദ്യോഗസ്ഥരും കോൺഗ്രസ് സംഘടനാ നേതാക്കളാണെന്നുള്ളത്. 2, ഈ മുരാരി ബാബു എന്ന ആരോപണ വിധേയനെ പ്രൊമോട്ട് ചെയ്ത് ഈ നിലവാരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിലയിൽ കൊണ്ട് എത്തിച്ചത് കോൺഗ്രസ് ആണെന്നുള്ളത്. 3, ശ്രീ VS ശിവകുമാറിന്റെ കാലം തൊട്ട് അവിടെ അഴിമതി നടക്കുന്നു എന്നുള്ളത്. 2 മിനിറ്റേ സമയമുള്ളൂ. ദയവായി അങ്ങ് സഹകരിക്കുക. വളരെ പെട്ടെന്ന് അതിന് മറുപടി പറയുക. അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഒന്നാമത്തെ കാര്യം, മുരാരി ബാബു CPM സംഘടനാ നേതാവാണ്. അവിടെ പ്രൊമോഷൻ കൊടുക്കുന്നത് 10 വർഷമായിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നത് ഞങ്ങളല്ലല്ലോ. എന്തായാലും 10 വർഷമായിട്ട് പ്രൊമോഷൻ കൊടുക്കുന്ന ഞങ്ങളല്ലല്ലോ. പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ വന്നിരുന്ന് ഈ ചർച്ചയിലില്ലാത്ത ആളുകളെ ആക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹം ഒരു പയ്യൻ്റെ പേര് പറഞ്ഞു, നഹാസ് പത്തനംതിട്ട, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ. അടിസ്ഥാനരഹിതമായ ഒരു പൊതുരംഗത്ത് വളർന്നു വരുന്ന ആളുകളെ ആക്ഷേപിക്കാൻ പാടില്ല. നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക. ആദ്യം കൊണ്ട് നിങ്ങൾ വസ്തുതാവിരുദ്ധമായി സംസാരിക്കരുത്, വസ്തുതാവിരുദ്ധമായി കള്ളം വിളിച്ച് പറയരുത്. ഒരു ചാനൽ ചർച്ച പറയുന്നത് കള്ളം വിളിച്ച് പറയരുത്. ഇതൊന്നും മര്യാദകേടാണ്, നെറികേടാണ്, പിതൃശൂന്യതയാണ്. നിങ്ങൾ ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ട് താങ്കൾക്ക് ഏത് മര്യാദകളും പറയാം. അങ്ങനെ തന്നെ പറയാ, പിതൃശൂന്യതയാണ്. ഈ ചർച്ചയിൽ SDPIക്കാരനാണെന്ന് നിങ്ങൾ ശൈലിയാണത്. നിങ്ങൾ അയാൾ പിതൃശൂന്യതയാണ്. നിങ്ങൾ പരാതി കൊടുക്കുക. പരാതി കൊടുത്തിട്ട് ഒരു നെറിയില്ലായ്മ പറഞ്ഞാൽ